ഒരിക്കൽ സമൂഹത്തിലെ വളരെ പ്രബലരായ രണ്ട് കുടുംബത്തിൽപ്പെട്ട മക്കൾ, സമൂഹത്തിൽ സാമ്പത്തികമായും സ്വാധീനപരമായിട്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്ന രണ്ട് കുടുംബത്തിലെ മക്കൾ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് അവർ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. വിവാഹ ക്ഷണക്കത്തെല്ലാം തയ്യാറാക്കി വിവാഹം വിളിക്കുന്നതിന് മുന്നോടിയായി ആലയത്തിലെ പുരോഹിതനെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ വിവാഹ ക്ഷണക്കത്തുമായി പുരോഹിതനെ സമീപിക്കുമ്പോൾ ഈ വിവാഹ ക്ഷണക്കത്തിൽ ഒരു ചെറിയ പിശക്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്തി. വരൻ്റെ വിവാഹ ക്ഷണക്കത്തിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വെഡ്ഡിങ് എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് വെൽഡിംഗ് എന്നായിപ്പോയി. ഒരു ഡിക്ക് പകരം ഒരു എൽ ആയിപ്പോയി, വെൽഡിംഗ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന വൃദ്ധനായ പുരോഹിതൻ അവരുടെ ആശങ്കകളും അവരുടെ മുഖത്തെ അസ്വസ്ഥതകളും എല്ലാം കണ്ട് അല്പസമയത്തെ മൗനത്തിനു ശേഷം വളരെ ശാന്തമായി ആ പുരോഹിതൻ അവരോട് പറഞ്ഞു, സാരമില്ല, സാരമില്ല, എവരി വെഡ്ഡിംഗ് ഇസ് എ കൈൻഡ് ഓഫ് വെൽഡിംഗ്. എവരി വെഡ്ഡിംഗ് ഇസ് എ കൈൻഡ് ഓഫ് വെൽഡിംഗ്. നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാ കുടുംബങ്ങളും രൂപപ്പെടുന്നത് ഒരു തരത്തിൽ ഒരു വെൽഡിംഗ് അനുഭവത്തിലാണ്. എല്ലാ വിവാഹവും നടക്കുന്നത് ഒരു തരത്തിൽ ഒരു വെൽഡിംഗ് ആണ്. രണ്ട് കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട മക്കൾ, രണ്ട് ദിശകളിൽ വളർന്നവർ, രണ്ട് അഭിപ്രായങ്ങളുള്ളവർ, രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് പഠന മേഖലകൾ, രണ്ട് തൊഴിൽ മേഖലകൾ, ഇരു ധ്രുവങ്ങളിലായിരിക്കുന്ന രണ്ടുപേർ വെൽഡ് ചെയ്താണ് ഒരു കുടുംബം രൂപപ്പെടുന്നത്. ആരാണ് വെൽഡ് ചെയ്യുന്നത്? അവിടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വചനത്തിന്റെ പ്രസക്തി. വചനം ഇപ്രകാരം പറയുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചത്, ദൈവം യോജിപ്പിച്ചത്, ദൈവം വെൽഡ് ചെയ്തത്, ദൈവം യോജിപ്പിച്ചത് എന്ന ബോധ്യമില്ലാതെ വരുമ്പോഴാണ് കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ദൈവമാണ് യോജിപ്പിച്ചത് എന്നത് വിസ്മരിച്ചു പോകുമ്പോഴാണ് കുടുംബങ്ങൾ ശിഥിലമാകുന്നത്. ദൈവമാണ് കൂട്ടിയിണക്കിയത്, ദൈവമാണ് വെൽഡ് ചെയ്തത് എന്ന് മറക്കുമ്പോഴാണ് കുടുംബങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നത്.